സഹോദരരെ, ആദ്യമായി ഞാൻ പറയട്ടെ, ഞാനൊരു മതത്തിനോടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ എതിരല്ല. എങ്കിലും കാണുന്നത് ഞാൻ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇന്നത്തെ മനോരമയിൽ, അതായത് 5-ാം തീയതി മനോരമയിൽ ലഹരിക്ക് എതിരെ ആയിരങ്ങളെ അണിനിരത്തി ഗ്രേറ്റ് വോക്കത്തൺ. എന്ത് നല്ല കാര്യം! ഇന്ന് മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാം കാണിക്കാനുള്ള ഒരു പൊതുവേദിയാക്കിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ ഒക്കെ സൗകര്യമായി സഞ്ചരിക്കേണ്ട വഴി, റോഡുകൾ. ഇവരാരും കാട്ടിക്കൂടല്ലല്ലോ നടക്കുന്ന. ഈ ബാലറ്റും പിടിച്ച് കാട്ടിക്കൂടല്ല, പൊതുവഴിയിലാണ്. അത് ഈ 10,000, 1000, 10,000 പേര് ആ വഴിയിലുള്ള കൂടെ ഈ ബാലറ്റും പിടിച്ച് നടക്കുന്നുള്ളൂ. എങ്കിലും എത്രയോ ആൾക്കാർ ആ വഴിയെ അത്യാവശ്യത്തിന് ഓരോ കാര്യങ്ങൾക്ക് പോകേണ്ടതാണ്. രോഗികൾ, കാരണം ഇവർക്കാർക്കും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവരുടെ എല്ലാം കുടുംബങ്ങൾ സ്വസ്ഥമായും അവർക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പാർട്ടികളുടെയും കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി തെക്ക് മുതൽ വടക്ക് വരെ നടന്ന് എന്തോ സാധിച്ചു? 10 കിലോമീറ്റർ നടന്നിട്ട് എയർ കണ്ടീഷൻ റൂമിൽ വിശ്രമിക്കും. ഇവരും രമേശ് ചെന്നിത്തലയും VD സതീശനും കഷ്ടപ്പെടുകയാണോ? ഞാൻ ചോദിക്കുന്ന, പൊതുജനങ്ങളെ മദ്യത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇതാണോ മദ്യം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട വിധം ഇതാണ്? ഇവർ ഈ റോഡിൽ കൂടെ നടന്ന് എന്തോ സാധിക്കുന്നത്? പൊതുജനങ്ങളെ, അതും പ്രത്യേകിച്ച് കേരളത്തിലെ 90% ആൾക്കാരും മദ്യപിക്കുന്നുണ്ട്. അവരെ, നിങ്ങൾക്ക് നാണമില്ലാത്ത ജന്തുക്കളെ, നിങ്ങൾ വോട്ട് ചോദിച്ച് ഓരോ വീടുകളും കയറി ഇറങ്ങുമല്ലോ. അവിടുത്തെ കൊച്ചു കുഞ്ഞിനെ തൂറിയതാണെങ്കിലും എടുത്ത് എണ്ണി വെക്കുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട്? നിങ്ങൾക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അണികളുണ്ടല്ലോ. നിങ്ങൾ അവരെ ഓരോ വീടുകളിലും കെട്ടി നിങ്ങളും പോയിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടത്, അല്ലാതെ റോഡിൽ കൂടെ മറ്റുള്ള ജനങ്ങളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. കോൺഗ്രസ് പാർട്ടി മാത്രമാണോ കേരളത്തിലുള്ളത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഉടുപ്പും മുണ്ടും ചെളി വരരുത്. നിങ്ങളുടെ കൈ മലിനമാണെങ്കിലും ഹൃദയം കഠിനമാണെങ്കിലും എൻ്റെ പുറമേയുള്ള എല്ലാം മറ്റുള്ളവർക്ക് കാണുമ്പോൾ സൗന്ദര്യമുള്ളതായിരിക്കണം. നിങ്ങൾ ഈ നടക്കുന്ന എത്ര ദൂരം നടന്നു എനിക്കറിയത്തില്ല, ഞാനത് ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു? നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും പഠിച്ചു കിടക്കുന്നുണ്ടോ? അല്ലെ മതങ്ങളുടെ നേതാക്കന്മാർ ഏതെങ്കിലും പഠിച്ചു കിടക്കുന്നുണ്ടോ? കള്ളവും കൊള്ളയും കൊലയും കൊലപാതകവും എല്ലാം നടത്തി നിങ്ങൾ സുഖമായി ജീവിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുമ്പോൾ CPM-ഉം എല്ലാം കോൺഗ്രസും എല്ലാം ഒറ്റക്കൈയാകും. നിങ്ങളെന്ത് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ വീതം മറ്റുള്ളവർക്ക് കിട്ടും. രാഷ്ട്രീയ നേതാക്കന്മാരല്ല, അത് തന്നെയാണ്. അവർ സുഖമായി ജീവിക്കുന്നു. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാനായിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഇവർ നടന്നത് എവിടുന്നാന്ന് നേരത്തെ ആലപ്പുഴയിൽ തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കൊള്ളാം, ഇവർ കഷ്ടപ്പെടുകയാണോ? രമേശ് ചെന്നിത്തല ഏത് സ്ഥിതിയിലായി? രമേശ് ചെന്നിത്തലയുടെ മകൻ കല്യാണം കഴിച്ച മരുമോൾ വീട്ടിൽ വന്നപ്പോൾ ആ വീട് കണ്ടിട്ട് അതിശയിച്ചു എന്നാണ് പേപ്പറിൽ വന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ ആദ്യകാലത്തെ ഫോട്ടോ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കട്ടിലിരിക്കുന്ന കാപ്പി കുടിക്കുന്ന ആ ഫോട്ടോ വരെ വന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥാനത്ത് എന്ത് വേർത്തു, എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ചോദിക്കുന്നത്. തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ മതങ്ങളുടെയും
ഇവർക്കെല്ലാം കഷ്ടപ്പെടാതെ ജീവിക്കണം, സുഖമായി ജീവിക്കണം, എയർ കണ്ടീഷൻ റൂമിലിരിക്കണം, ഇഷ്ടമുള്ള ആഹാരം ഭക്ഷിക്കണം. ഇവരാരും ഒന്നും ഉപേക്ഷിക്കത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മത നേതാക്കന്മാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുക്കും. ചിലവാരുടേതാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ പോക്കറ്റിൽ ഇത് പോകത്തില്ല. കാരണം ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീശയിൽ കൈയിടും. അവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനും ആൾക്കാരുണ്ട്. കാരണം കള്ളത്തരത്തിൽ കൂടെ കാശുണ്ടാക്കുന്ന മുതലാളിമാരുണ്ട് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. മതങ്ങളിലാണ് പിന്നെ പാവം പിടിച്ച വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ ചൂഷണം ചെയ്ത് അരമനകളിൽ വാഴുകയും നല്ല വീടുകളിൽ താമസിക്കുന്ന പുരോഹിതന്മാരും മെത്രാന്മാരും ഉള്ളത്, അല്ലെങ്കിൽ പാസ്റ്ററാണെങ്കിലും എല്ലാം എല്ലാവരും അണിഞ്ഞൊരുങ്ങി മുന്നേ വന്ന് നീട്ടി വിളിച്ചു പറയും. അങ്ങോട്ട് മാറിയിട്ട് മുന്തിയ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം, എയർ കണ്ടീഷൻ കാറ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും രമേശും ബി.ഡി. സതീശനും എന്തിന് ഈ കിളവന്മാരെ തോണ്ടിയെടുത്ത് രമേശിൻ്റെ ചരിത്രം വന്നിട്ടുള്ളതാ. രമേശിൻ്റെ ബി.ഡി. സതീശൻ ആരായിരുന്നു, ഇന്ന് ആരാണ്? ഇവരൊന്നും നാളമില്ലല്ലോ. ഒരു പെണ്ണിൻ്റെ കൂടെ അവളുടെ അപ്പനും അമ്മ ഇല്ലാത്ത സമയത്ത് ഉണ്ടോ ഇല്ല, അവരുടെ ഫോട്ടോ ഇല്ല. ആ പെണ്ണിൻ്റെ കൂടെ കേക്ക് മുറിക്കുന്നു, അവിടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നു. എന്തൊരു സുന്ദരമായ കാഴ്ച. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് അതിൻ്റെ മണ്ടയ്ക്കൊട്ട് എടുത്തെറിയുക. കാരണം ഈ കേക്കിന് തിന്നാൻ ഒക്കാതെ വന്നെങ്കിലോ എന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ നല്ല സമർത്ഥനായ ഒരു നേതാവ് വേറെ ഉണ്ടെങ്കിലും ഇവരെപ്പോലുള്ള ചെറുപ്പക്കാർ വന്നാൽ ഈ പടികളവന്മാരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നറിയാം. അതിനു വേണ്ടിയാണ് ഈ രാജ്യദ്രോഹികൾ ഈ ഓരോ പണിയെടുക്കുന്നത്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ, വേണ്ട. ഓരോ സ്ഥലത്ത് മീറ്റിംഗ് വിളിച്ചു കൂട്ടി, ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ മദ്യത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കട്ടെ. ഈ പരമദരിദ്രവാസികൾ റോഡ് ഷോ അവൻ്റെ മറ്റേ ബാനർ പിടിച്ചുകൊണ്ടുള്ള പോക്ക് നടക്കുകയും എത്ര നാൾ നിങ്ങൾ നടക്കും? ഇത് ഞാൻ ജീവനുണ്ടെങ്കിൽ കാണും. അത്